ഷാർപ്പ് 8 o'clock we eat the breakfast. 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 8:30 അകത്ത് ഹാഫ് ആൻ അവറിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ 8:30 നമ്മൾ അതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 8:30 to 9 വി ഹാവ് എ പേഴ്സണൽ സ്പേസ് അഗൈൻ. ഷാർപ്പ് 9 o'clock നമ്മൾ കടന്നുറങ്ങും. ദിസ് ഇസ് ലൈക്ക് അൺബിലീവബിൾ ഐ നോ, ബട്ട് we do sleep at 9 o'clock because we have to wake up at 4:30, 4:45. A few moments later. തോന്നുമ്പോൾ കഴിക്കും, തോന്നുമ്പോൾ കിടക്കും, ഫോൺ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വന്ന് ഹായ്, ഹലോ, നമസ്തേ, നമസ്കാരം. എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇത് കുറച്ച് സ്പെഷ്യൽ വീഡിയോ. ഇതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാം. നമുക്ക് കുറെ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു ഇതെന്താ സംഭവം, നിങ്ങൾ എന്താ കാണിക്കുന്നത്, 7 ദിവസം എന്ന് പറയുന്നുണ്ട്, ബൂട്ട് ക്യാമ്പാണ്, അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട്. സോ മെനി പീപ്പിൾ നമ്മളെ വിളിച്ചു, നമ്മുടെ അടുത്ത് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പം അതിൻ്റെ ഒക്കെ ഒരു ഉത്തരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. സോ ഇറ്റ്സ് ബേസിക്കലി ടു ടെൽ എവ്രി വൺ ഓഫ് യു ദാറ്റ് വാട്ട് we are doing here for the next 7 days. Like it's almost the second or the third day. So before everything ഞാൻ എല്ലാവരുടെ അടുത്തും പറയാൻ വന്നത്, നമ്മൾ ഇന്നലെ ഷൂട്ട് ചെയ്ത വീഡിയോ നമ്മൾ നാളെയാണ് അപ്ലോഡ് ചെയ്യണത്. സോ വി ഹാവ് സം നെറ്റ്വർക്ക് ഇഷ്യൂസ് ഓൾസോ റൈറ്റ് നൗ. പിന്നെ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു തരാം. ഇത് നമ്മൾ കൊട്ടിൻ്റെ ടീമിലത്തെ പിള്ളേർ 2 ബാച്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുക. സോ ദിസ് ഇസ് ബേസിക്കലി ബാച്ച് 1. ബാച്ച് 1 8 പേർക്ക് നമ്മൾ ഇവിടെ ഒരു ബാച്ചിലർ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ബേസിക്കലി എല്ലാവരും ഓൾമോസ്റ്റ് ഡിഗ്രി സ്റ്റുഡൻസ് ആണ്. 2-3 പേര് മാത്രമേ ഉള്ളൂ ഇവിടെ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നത്. ദേ ആർ വർക്കിംഗ് ഫോർ സം കമ്പനീസ് ഓൾസോ. സോ മെയിൻ തിങ് എന്താ പറഞ്ഞാൽ, നമ്മൾ ബാച്ചിലർ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മൾ തന്നെ നമ്മുടെ കാലിൽ നമുക്ക് നിൽക്കാൻ പറ്റും, കുറച്ച് പേർക്ക് കാണിച്ചു കൊടുക്കാനും, പിന്നെ നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടി അടിച്ചു പൊളിക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു 7 days എക്സ്പീരിയൻസ് ഇൻ എ റൂം. വിൽ കുക്ക്, വിൽ വാഷ് ക്ലോത്ത്സ്, വി ക്ലീൻ റൂംസ്, വി ബൈ വെജിറ്റബിൾസ്, വി ഗെറ്റ് എൻ ഐഡിയ ലൈക്ക് ഹൗ മച്ച് ടു സ്പെൻഡ് പെർ ഡേ ഫോർ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മിൽക്ക്, ഗ്രോസറീസ്, വേർ ടു കട്ട് ദ മണി. ലൈക്ക് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വെള്ളം ചോദിക്കുമ്പോൾ വെള്ളം നമ്മുടെ മുമ്പിൽ വന്നെത്തും. പക്ഷെ നമ്മൾ ഇവിടെ ഉള്ളപ്പോൾ വെള്ളം നമ്മൾ പോയിട്ട് ചൂടാക്കിയിട്ട് നമ്മളെടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വില മനസ്സിലാവും. ബേസിക്കലി ഞാൻ ഒരു ഐഡിയ തരാം. നമ്മൾ ദിവസം രാത്രി ഇവിടെ ഇരുന്നിട്ടൊരു കട്ട തിങ്കിങ് ഉണ്ട്, എന്താ പറഞ്ഞാൽ നാളെ എന്തുണ്ടാക്കും. ഈ ചോദ്യം നമ്മളെല്ലാവരും വീട്ടിലെ അമ്മമാർ ചോദിക്കണ കേട്ടിട്ടുണ്ട്, നാളെ എന്തുണ്ടാക്കും, നാളെ എന്തുണ്ടാക്കും. സോ നമ്മൾ പൂരി, ചപ്പാത്തി, ദോശ, ഇഡ്ഡലി, ഉപ്മാവ് ഓരോ സജഷൻ കൊടുക്കും. ബട്ട് ശരിക്കുള്ള കഷ്ടപ്പാട് നമ്മൾ 7 പേർക്ക് 8 പേർക്ക് നമുക്ക് ഇവിടെ മനസ്സിലായിട്ടുണ്ട് എന്താ സംഭവം എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയില്ല. ഞാൻ എല്ലാവരുടെ അടുത്തും പോയിട്ട് അവരുടെ എക്സ്പീരിയൻസ്, ഇവിടെ എന്തിനു വന്നു, ഇവിടെ നിന്ന് എന്ത് പഠിക്കണു, എന്ത് പഠിക്കാൻ പറ്റി എന്ന് അറിയാം. നമുക്ക് ഫസ്റ്റ് നോക്കാം ആരെവിടെ ഫ്രീ ഉള്ളതെന്ന്. എല്ലാവരും കുറച്ച് ബിസിയാ. അപ്പോൾ ഇവിടെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് ഇരിക്കുന്നുണ്ട്, അവിടെ സ്വന്തം സൂരജാണ്. നമ്മൾ സൂരജിൻ്റെ ചോദിക്കാം. സൂരജ്, അപ്പോൾ അവിടെ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം ഇവിടെ വന്നിട്ട് എന്താ സംഭവം, പഠിക്കാൻ പറ്റിയ, പിന്നെ ഇവിടെ നിന്നിട്ട് എക്സ്പീരിയൻസ്, പിന്നെ അതല്ലാണ്ട് നിനക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ. ഓക്കെ, അപ്പം എനിക്ക് ശരിക്കും ബൂട്ട് ക്യാമ്പിനെ പറ്റി അറിയില്ലായിരുന്നു കേട്ടോ, എന്താ സംഭവം എന്ന്. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടു, ലൈക്ക് ബൂട്ട് ക്യാമ്പ് ഉണ്ട് ഫോർ 7 days, നെക്സ്റ്റ് 7 days എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് റിയലി എക്സൈറ്റിംഗ്. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മുടെ ടീം പറഞ്ഞാൽ ലൈക്ക് അങ്ങനത്തെ ഒരു ചിൽ മോഡുള്ള ടീമാണ്. അപ്പോൾ അവരുടെ കൂടെ ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യുക, ലൈക്ക് എ ഫാമിലി ഇൻ എ റൂം, ദാറ്റ് വാസ് സോ ലവിങ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഓടി പിടിച്ച് വന്നു. Then and another thing besides that is that to experience the bachelor life experience ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് അല്ലേ. ഒരു ഏജിൽ ആ ഒരു എന്താ പറയുക എക്സ്പീരിയൻസും അതൊക്കെ. ബട്ട് ഇവിടെ എത്തിയപ്പോൾ ലൈക്ക് ഫുൾ ചിട്ടയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല എന്താ പറയുക, പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഇപ്പോൾ ഒരു ദിവസം നമുക്ക് പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാലും മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു ടൈപ്പ് അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഉള്ളത്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
ലൈക്ക് ഇറ്റ്സ് ബേസിക് അയ്യോ മനസ്സിലായി, ഇത് ഭയങ്കര എക്സൈറ്റഡ് ആണ് for the 7 days. ഞാൻ ശരിക്കും പറയാമല്ലോ ഞാൻ പക്ക ഇൻട്രോവേർട്ട് ആണ് കേട്ടോ. ഇപ്പോഴും പോലും ഞാൻ ഈ ക്യാമറയുടെ മുമ്പിൽ വരാൻ നല്ല ഇപ്പോഴും സംസാരിക്കുമ്പോൾ പോലും ഞാൻ ഒരു 1000 പ്രാവശ്യം അത് ഇതൊക്കെ ആലോചിച്ചിട്ടാണ് സംസാരിക്കുക. അപ്പൊ അതൊക്കെ ഒന്ന് മാറി കിട്ടാനും കൂടെ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ടൈം എടുക്കും. ഐ വിൽ ടേക്ക് ദിസ് ടൈം ആസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇംപ്രൂവ് മൈസെൽഫ്. ഇതേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു. അപ്പോ അതാണ് നമ്മുടെ സൂരജിന് പറയാനുള്ളത്. സോ ബേസിക്കലി ഈസ് എ വെരി ഇൻട്രോവേർട്ട് കൈൻഡ് ഓഫ് തിങ്. സോ നമ്മൾ മെയിനായിട്ട് ഇൻട്രോവേർട്സിന് നമുക്ക് ഒരു വലിയ എക്സ്ട്രോവേർട്ട് ആക്കുക എന്നല്ല, ഇൻട്രോവേർട്ട് ആവണത് നല്ലതാണ്. പക്ഷെ ചില സമയത്ത് ചില സ്ഥലത്ത് വെച്ചിട്ട് കുറെ പേരിങ്ങനെ ദേ ഹാവ് ദാറ്റ് ഫീൽ ലൈക്ക് ഞാൻ ഇൻട്രോവേർട്ടാണ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല അങ്ങനെ ഇങ്ങനെ. ബട്ട് ദ ബെസ്റ്റ്, ലൈക്ക് ദേ ഹാവ് ദ ബെസ്റ്റ് പ്ലേസ്, ബെസ്റ്റ് പീപ്പിൾ ടു ഹാങ് ഔട്ട് വിത്ത്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് ചോദിച്ചിരുന്നു ലൈക്ക് വാട്ട് ഈസ് ദ റൂട്ടീൻ വി ഫോളോ. സോ അതിനെക്കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു തരാം. സോ നമ്മൾ ബേസിക്കലി ഫുൾ 7 days നമുക്ക് ഒറ്റ റൂട്ടീനേ ഉള്ളൂ. വി വേക്ക് അപ്പ് അറ്റ് 5 o'clock, വി ഗോ ഫോർ എ ജോബ്, പിന്നെ വി കം ബാക്ക് അറ്റ് 5:30. ഹാഫ് ആൻ അവറിൽ നമ്മൾ എല്ലാവരും കുളിക്കും. 6 o'clock കറക്റ്റായിട്ട് വി ലൈറ്റ് ദ ലാമ്പ്, വി ഹാവ് എ പ്രെയർ, ദെൻ 6 to 6:30. Then from 6:30 to 7 we have a personal space for everybody. We can call, we can message, we can play games, whatever we want. 7 o'clock sharp we divide ourselves into 2 groups. So that is a kitchen team and a cleaning team. So kitchen team നമ്മളെല്ലാവരും കുക്ക് ചെയ്യും ബ്രേക്ക്ഫാസ്റ്റ്. ക്ലീനിങ് ടീം they all clean up everything, every single thing in this house. പിന്നെ sharp 8 o'clock we eat the breakfast. 8 o'clock ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 8:30 അകത്ത് ഹാഫ് ആൻ അവറിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ 8:30 നമ്മൾ അതെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് 8:30 to 9 വി ഹാവ് എ പേഴ്സണൽ സ്പേസ് അഗെയിൻ. വി കോൾ അപ്പ് ഹോം പീപ്പിൾ. നമുക്ക് ആര് വേണമെങ്കിൽ ഫ്രണ്ട്സ്, ഫാമിലി, എനിബഡി നമ്മൾ വിളിച്ച് സംസാരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 9 o'clock to 2 o'clock വരെ ഉള്ളത് ഓൺലൈൻ ക്ലാസ് ഉണ്ട്. കുറച്ച് പേർക്ക് ഓൺലൈൻ ക്ലാസ് ഉണ്ട്, കുറച്ച് പേര് ജോലി ചെയ്യുന്നുണ്ട്. സോ ദേ ഹാവ് ദെയർ ഓൺ സ്പേസ്. There are few people who are not working right now. So we all cook up the lunch, we clean, we wash vessels, wash clothes, we do a hell lot of things and we have fun also. Then sharp for 1 o'clock we have the lunch. Pinna 1 o'clock lunch കഴിച്ചിട്ട് 1:30 വരെയാണ് ടൈം. 1 to 1:30 is the lunch time. പിന്നെ 1:30 തൊട്ടിട്ട് 3 o'clock we have a rest time like that is 1:30 to 3 o'clock നമുക്ക് കടന്നുറങ്ങാം, കളിക്കണവർക്ക് കളിക്കാം. വി ഹാവ് സോ മെനി ഇൻഡോർ ഗെയിംസ്. പിന്നെ 3 o'clock തൊട്ടിട്ട് 4:30 വരെ നമ്മൾ ഔട്ട്ഡോർ സ്പോർട്സ് ആണ്. 3 to 4:30 ലൈക്ക് വി പ്ലേ ക്രിക്കറ്റ്, വി പ്ലേ ഫുട്ബോൾ. ലൈക്ക് അങ്ങനത്തെ ഫുട്ബോൾ പ്രാന്തന്മാരും ക്രിക്കറ്റ് പ്രാന്തന്മാരും ഉണ്ട്. ഞാൻ ഒരു പ്രാന്തരെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇവിടെ നമ്മുടെ അടുത്ത ഫുട്ബോൾ പ്രാന്തരുണ്ട്. ഫുട്ബോളും കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങുക, ഫുട്ബോൾ അല്ലാണ്ട് പറ്റത്തില്ല അവന്. പക്ഷെ അടുത്ത ചോദ്യത്തിന് ഇവനാണ് ഉത്തരം തരാൻ പോണേ. സെയിം ചോദ്യം തന്നെയാണ്. വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? എന്തിനാ ഇവിടെ വന്നു? ഇവിടുന്ന് എന്ത് കിട്ടുന്നുണ്ട്, എന്ത് കിട്ടാൻ പോകുന്നു? ബാക്കി ഇവൻ സംസാരിക്കും. ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ പേര് ഗൗതം. ഞാൻ ആക്ച്വലി ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ വേറൊരു കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഹാറ്റ്സ് ഓഫ് ടു ഓൾ ദ മദേഴ്സ് ഔട്ട് ദർ. ബിക്കോസ് ഒരു അമ്മ ചെയ്യുന്ന കാര്യമാണ് ഞങ്ങളിവിടെ 8 ആണുങ്ങൾ ചെയ്യുന്നത്. ക്ലീനിങ്, കിച്ചൺ, എവറിത്തിങ്. അത് ഒരു അമ്മ ചെയ്യുന്ന പണിയാണ് ഞങ്ങൾ 8 ആണുങ്ങൾ ചെയ്യുന്നത്. അത് ഭയങ്കര വലിയൊരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്നത്. അത് ചിലർക്ക് ഭയങ്കര പാടായിരിക്കും, പക്ഷെ അത് ശീലമായിക്കോളും. 2-3 ദിവസം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എല്ലാം സെറ്റ് ആയിക്കോളും. പിന്നെ വേറെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഉണ്ടാക്കുന്ന ഫുഡിൻ്റെ കാര്യം. പക്ഷേ രാത്രി ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങളിപ്പോൾ എന്ന് രാത്രി കഞ്ഞിയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഒരു ഞങ്ങൾ പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കഷ്ടപ്പാടുണ്ട്. അത് വേറെ കാര്യം. അത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയണം. കഷ്ടപ്പാടാ എടാ, ക്ലീനിങ്, കുക്കിംഗ് ഇതൊക്കെ ചെയ്യണ്ടേ? തുണി കഴിയട്ടെ, പിന്നല്ലാണ്ട് നാളെ എന്തുണ്ടാക്കണമെന്നില്ലേ? അത് വേറെ കാര്യം. അയ്യോ,
പിന്നെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാകുന്നുണ്ട്? നല്ല എക്സ്പീരിയൻസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതെന്ന് വെച്ചാൽ ഒരാൾ ബാച്ചലർ ലൈഫായിട്ട് പോകുമ്പോൾ, ഇപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കുമ്പോൾ അവർക്കത് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുക. അപ്പം അങ്ങനെ ചെയ്യേണ്ടത് എല്ലാം കൂടി. അപ്പോ നമ്മുടെ ഫുട്ബോൾ പ്രാർത്ഥന പറയാൻ അത്രേ ഉള്ളൂ. പിന്നെ അതല്ലാണ്ട് ഞാൻ പറയാനുള്ളത്, ഞാൻ ടൈം ടേബിൾ 3:30 വരെ നിർത്തിയ 3 to 4:30 നമ്മൾ പുറത്ത് ഔട്ട്ഡോർ സ്പോർട്സ് കളിക്കും. 4:30 തൊട്ടിട്ട് 5:30 വരെ വി ഹാവ് അനദർ സ്പോർട്സ് ലൈക്ക് വി ഡു ജോഗ്, വാക്കിംഗ് ഉണ്ടാവും. ഇല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ ഈവനിങ് ടൈമിൽ വന്നിട്ട് ജിമ്മാണ് ചെയ്യാറുള്ളത്. സോ വി ഹാവ് എ ഫിസിക്കൽ ട്രെയിനർ ഓൾസോ ഔട്ട് ദർ. സോ ഹി റയർലി കംസ് ആൻഡ് ഗോസ്. പക്ഷേ ഗൗതം കണ്ടില്ല, ഹി ഓൾസോ ഡസ് എ വർക്ക്ഔട്ട്. സോ ഹി ബേസിക്കലി ട്രെയിൻസ് us ലിറ്റിൽ ബിറ്റ് ഹിയർ ആൻഡ് ദർ. പിന്നെ അതല്ലാണ്ട് കറക്റ്റ് 5:30 to 6 വി ടേക്ക് ദ ബാത്ത് അഗെയിൻ, വി ടേക്ക് ഷവർ, വി കം ഡൗൺ ഹിയർ, ലൈറ്റ് ദ ലാമ്പ്. 6 to 6:30 വി ഹാവ് ദ പ്രേയർ ടൈം. പിന്നെ 6:30 കഴിഞ്ഞിട്ട് 7:30 വരെ വി ഓൾ ഹാവ് എ പേഴ്സണൽ സ്പേസ്. കുറേ പബ്ജി കളിക്കുന്നവരുണ്ട്, കുറേ വീട്ടിൽ സംസാരിക്കുന്നവരുണ്ട്, കുറച്ച് പേര് ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നവരുണ്ട്. സോ ലൈക്ക് ഇറ്റ്സ് ഡിഫറെൻറ്റ്. വി ആർ ഔട്ട് ഹിയർ വിത്ത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. വീട്ടുകാരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഗൗതം പറഞ്ഞ പോലെ ഭയങ്കര ഇമോഷണലാണ്. അമ്മേനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും അത്രേ ഉള്ളൂ. നമ്മൾ രാത്രി ഇരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത്രയാണ്. നമ്മൾ അമ്മമാർ എത്ര തിങ്ക് ചെയ്യാറുണ്ട്, ലൈക്ക് വാട്ട് ഓൾ ടു ഡു, ലൈക്ക് ദേ ഡസ് സോ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷെ നമ്മൾ 8 പേര് 8 കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ അവർ ഒരാളാണ് 8 കാര്യങ്ങൾ ചെയ്യുന്നത്. അതിലൊരു വലിയ എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ലൈക്ക് സ്പീച്ച്ലെസ്, വേർഡ്ലെസ്. പിന്നെ കറക്റ്റായിട്ട് 8 o'clock നമ്മൾ ഡിന്നർ കഴിക്കും. 8 to 8:30 is the dinner time. 8:30 to 9 we have our time. We discuss like how the day went, how the day was, what is the improvement needed. Sharp 9 o'clock നമ്മൾ കടന്നുറങ്ങും. This is like unbelievable, I know, but we do sleep at 9 o'clock because we have to wake up at 4:30, 4:45 in the morning. So ഇനി അടുത്ത കുറച്ച് കൂടുതൽ കാര്യങ്ങളുടെ ഉത്തരം പറയാൻ വേണ്ടിയിട്ട് we have another mad person out here, the cricket പ്രാന്തൻ. ഇവര് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ക്രിക്കറ്റ് ബാറ്റും ബോളും വെച്ചിട്ടുള്ള തമാശകളാണ്. അപ്പോൾ ലാസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങോട്ടോ എന്താ പറയുക, ഇവിടെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു, എൻ്റെ ഇവിടുന്ന് എന്ത് പഠിച്ചു, എന്ത് പഠിക്കാനാണ് വന്നത്, എന്തിനാണ് വന്നത്, ഇതിനുള്ള ഉത്തരം പറഞ്ഞു കൊടുക്കണോ? ഹായ് ഗായ്സ്, ഞാൻ ഉല്ലാസ്. ഇവിടെ എന്തിനു വന്നെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാനൊക്കെ എല്ലാവരെ പോലെ, സാധാരണക്കാരെ പോലെ ഒരു മിഡിൽ ക്ലാസ് ഒരു കുട്ടീനെ പോലെയാണ് വളർന്നത്. അപ്പോൾ ഞങ്ങൾ സ്വയം ചെയ്യാനുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷൻ ഇവിടെ കിട്ടുമെന്ന് തോന്നൽ കൊണ്ടാണ് വന്നത്. ഇപ്പം ഇവിടെ വന്നുകൊണ്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. കാരണം ഞങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഞങ്ങളുടെ റുട്ടീനെ വേറെ ആയിരിക്കും. ഞങ്ങൾ തോന്നുമ്പോൾ കഴിക്കും, തോന്നുമ്പോൾ കിടക്കും, ഫോൺ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റി. കൃത്യസമയത്തിന് എണീക്കണം, ജോഗിന് പോകണം, പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെന്താ വെച്ചാൽ കുക്കിംഗ്. ഇപ്പോൾ വീട്ടിൽ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അത് രുചിയില്ലെങ്കിൽ നമ്മൾ അമ്മയടുത്ത് എന്താ പറയുക, ഇത് കൊള്ളില്ല, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ 8 പേരും ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ആ എഫേർട്സ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആ എഫേർട്സിനെ കണക്കിലാക്കി നമ്മളത് ത്യജിച്ച് കഴിക്കും. അപ്പം അങ്ങനെ പിന്നെ എന്താ ഒരു ബാച്ചുലർ ലൈഫ് എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോവുക, അതൊക്കെ പഠിക്കാൻ പറ്റി. പിന്നെ ഇപ്പോൾ പുറത്ത് നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ ഇവിടെ പഠിക്കാനുള്ള ഒരു ഇത് കിട്ടി. അപ്പം ഇത് ഇത്രയൊക്കെ തന്നെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു ഇങ്ങനത്തെ ഒരു ക്യാമ്പ്. പിന്നെ ഫ്രണ്ട്സായിട്ട് കൂടിക്കാഴ്ച, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ചെക്കൻ ഭയങ്കര ഇമോഷണൽ ആട്ടോ. അവന്റെ വീട്ടുകാരെ കാണുകയാണെങ്കിൽ ഈസ് സോ മിസ്സിങ് യു ഓൾ. അത് ഞാൻ അടുത്ത ഒരാളെ കൂടി കൊണ്ടുപോവാ. ഇവിടെ ഒരു പ്രാന്തനുണ്ട്, ഈസ് ലൈക്ക് ഇവിടെ കുറെ തത്തയും മയിലൊക്കെ ഉണ്ട്. അവൻ അതിന്റെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. കൈലാസ അറിയാലോ. അപ്പൊ ഇവന്റെ നിന്റെ എക്സ്പീരിയൻസും എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എല്ലാം പറഞ്ഞു. എന്തൊക്കെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ എന്താ പറയണ്ടെന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടാ. ഞാൻ ഭയങ്കര മടിയനെന്ന് വെച്ചാൽ വീട്ടില് മടിയനാ. രാവിലെ വരെയൊക്കെ എണീക്കത്തില്ല, ഒന്നും ചെയ്യത്തില്ല. ഇവിടെ വന്നതിന് ശേഷം എന്താ പറയാ, തുണി തിരുമണം, രാവിലെ എണീറ്റ് എല്ലാവരും ഹെൽപ്പ് ചെയ്യണം, ഭക്ഷണം വെക്കണം,
വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെയാ വെച്ചാൽ കോളേജിൽ പോവാണെങ്കിൽ ഇപ്പൊ എന്താ വെച്ചാൽ രാവിലെ എണീക്കുക, അമ്മേ എന്താ ആഹാരം. ഇവിടെ ആണെങ്കിൽ ആഹാരം നമ്മൾ തന്നെ ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം എന്താണ് തലേദിവസം തന്നെ ആഹാരം ഉണ്ടാക്കണം, അതിനുള്ള പ്രിപ്പയർ ചെയ്യണം. ചിലപ്പോൾ ദോശയാണ് ഉണ്ടാക്കണമെങ്കിൽ തലേദിവസം മാവൊക്കെ റെഡിയാക്കി വെക്കണ്ടേ. ഇപ്പൊ വീട്ടിലാണെങ്കിൽ രാവിലെ അമ്മേ ദോശയായോ ഒരു 5 മിനിറ്റിൽ ചോദിച്ചിട്ട് കോളേജ് ബാഗ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് പോയാൽ മതി. ഇവിടെ അങ്ങനെ നടക്കില്ലല്ലോ, നമ്മളെല്ലാം ചെയ്യണ്ടേ. അല്ല അതും ശരി തന്നെ. പിന്നെ രാവിലെ തിരുമ്പല്, തുണി തിരുമ്പലാണ് മെയിൻ പരിപാടി. എനിക്കത് പറ്റത്തേ ഇല്ല. രാവിലെ അവിടെയാണ് വീട്ടിലാണെങ്കിൽ വാഷിംഗ് മെഷീൻ അല്ലാണ്ട് ചിലപ്പോൾ അമ്മ തിരുമ്പും, വാഷിംഗ് മെഷീനിൽ തിരുമ്പാൻ പറ്റാത്തത്. അപ്പൊ എന്ത് ചെയ്യാ, ഇവിടെ ഞാൻ വാഷിംഗ് മെഷീനോ അങ്ങനെ ഒരു പരിപാടിയില്ല, ഞാൻ തന്നെ എല്ലാം ചെയ്യണം. വീട്ടിലാണെങ്കിൽ എടുത്ത് സെറ്റപ്പ് ആയിട്ട് ഇട്ടിട്ട് കോളേജിലേക്ക് പോയാൽ മതിയല്ലോ, മുടിയെല്ലാം സ്റ്റൈലാക്കിയിട്ട്. ഇവിടെ അത് പറ്റില്ലല്ലോ. പിന്നെന്താ, അതിനെ വീട്ടുകാരെ നല്ല മിസ്സിംഗ് ആണ്. ഇപ്പൊ മനസ്സിലാവുണ്ട് നമ്മുടെ കഷ്ടപ്പാടൊക്കെ എന്താണെന്ന്. ഇപ്പൊ അറിയാം, രാവിലെ ഇട്ടിട്ട് ഒരു ദോശയും സാമ്പാറും വെക്കാൻ തന്നെ നല്ല കഷ്ടപ്പാടുണ്ട്. നല്ല അതല്ലേ, ചമ്മന്തി വെക്കാനേ ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടു. അപ്പൊ സാമ്പാറൊന്നും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ്. ക്രേസിയോ ഒന്നും നിൽക്കില്ല. ഒരു വമ്പ മുട്ടം പണിയും കിട്ടിയിട്ടുണ്ട് ഇതിന്റെ കൂടെ. പക്ഷെ നല്ലോണം പഠിക്കാനും പറ്റിയിട്ടുണ്ട്. വീട്ടിലെ കഷ്ടപ്പാടും ഇപ്പൊ മനസ്സിലായി. പണി കിട്ടില്ല, ഇതൊക്കെ തുണി തിരുമ്പല്ലേ ഞാൻ ഇപ്പൊ സ്വയം ചെയ്തില്ലേ. അതെല്ലാം പറഞ്ഞേ, ഒരു പണിയും കിട്ടി ലൈഫില്. പിന്നെന്താ പറയാ, നല്ലൊരു ലെസൺ പഠിച്ചു. ലെസൺ തന്നെ പറയണം. ഇത്രയും കാലം പഠിച്ചിരുന്നതിന് ഒരു എന്താ പറയാ, അമ്മ പറഞ്ഞു അനുഭവിക്കോടാ എന്തെങ്കിലും ഒരു കാലം, അതങ്ങനെ കിട്ടി. അപ്പൊ ഇത്രയൊക്കെ തന്നെ. പിന്നെ വിളിക്കുക ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന്. അപ്പൊ പിന്നെ ശരി. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കൈലാഷിന് പറയണ്ട. വേറെ 2 പേരുണ്ട്, എല്ലാരും ഭയങ്കര സെന്റി അടിച്ചിരിക്കുക. സോ ലൈക്ക് അമ്മേനെ വിളിച്ചിട്ട് ഇപ്പൊ അച്ഛന്മാര് കുറെ പേര് വിളിച്ചിട്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇവിടെ 2 പേരുണ്ട്, അവര് ലൈക്ക് കുറെ ബിസിയാണ്. സോ ഈസ് ദ മെയിൻ എഡിറ്റർ ഓഫ് അവർ ടീം, അർഷിതാണ്. പിന്നെ ഇത് നമ്മുടെ ഇവൻ ജോലിക്കാരനാ, വലിയ ബിസിനസ്സുകാരനൊക്കെ, വലിയ വലിയ ആൾക്കാരൊക്കെയാ. അവൻ അവിടെ സജഷൻ പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ ഡിസ്റ്റർബ് ചെയ്യണോ? ഓക്കെ, നമുക്ക് ചോദിക്കാം ഇവർ 2 പേരെടുത്ത് ചോദിക്കാം എന്താ സംഭവം എന്ന്. ഇവിടെ നമ്മൾ ബൂട്ട് ക്യാമ്പ് നടത്തുന്നത് എന്തിനാണ്, നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ പഠിക്കാൻ പറ്റി, ഇതുവരെ എന്തൊക്കെ പഠിച്ചു, പിന്നെ ഇന്ന് വരെ എന്തൊക്കെയായിരുന്നു എക്സ്പീരിയൻസ്, ഇതിന്റെ ഉത്തരങ്ങൾ പറയാം. ഫസ്റ്റ് നമ്മുടെ വരും പറയടാ. ഫസ്റ്റ് കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഫുള്ള് മടിയാനാ. കാര്യമായിട്ട് പറയാൻ ഞാൻ ഫുള്ള് മടിയാനാ. ഞാൻ ചായ കുടിക്കാൻ പറഞ്ഞാൽ അമ്മ ടേബിളിന്റെ മേലെ ചായ എടുക്കൂല. അമ്മൻ്റെ അടുത്ത് പറയും അമ്മ ചായ, കൈ ഇങ്ങനെ നീട്ടും. അപ്പോൾ അമ്മ വന്നിട്ട് എൻ്റെ കയ്യിൽ ചായ എടുത്ത് തരും. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാമറ പറഞ്ഞാൽ എനിക്ക് ഷയ്യ. ഞാൻ നീട്ടായിട്ട് പറയാം, ഞാൻ ക്യാമറ പറഞ്ഞാൽ എനിക്ക് ഷയ്യ. എനിക്ക് ക്യാമറയിൽ നോക്കിയിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല കേട്ടോ. പിന്നെ എക്സ്പീരിയൻസ് വന്നിട്ട് അത് തന്നെ, ഞാൻ ഒന്നും ചെയ്യത്തില്ല വീട്ടിൽ, തുണി അലക്കത്തില്ല. അമ്മ ഇല്ലാത്ത നേരത്ത് ഞാൻ ചായ വയ്ക്കും, അത്രേ ഉള്ളൂ. കിച്ചണിൽ കയറി ചായ വയ്ക്കും. പിന്നെ ഇവിടെ വന്നിട്ട് എന്തൊക്കെ വെച്ചു കൊടുക്കുന്നു പറ. എന്താ വെച്ചാൽ ദോശ ഉണ്ടാക്കി, ഇഡ്ഡലി ഉണ്ടാക്കി, പിന്നെ ഉല്ലാസത്തിന്റെ കൂടെ ചമ്മന്തി പഠിച്ചു, പിന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ പഠിച്ചു, തൂത്ത് വരാൻ പഠിച്ചു. അത്രേ ഉള്ളൂ. എൻ്റെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ പഠിച്ചു. അതാണ് ഫസ്റ്റ്. അമ്മ സത്യം പറഞ്ഞ അമ്മനെ മിസ് ചെയ്തു. അകത്ത് നീരകത്ത് കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുക. സംസാരിക്കടാ, കേക്കട്ടെ. അത്രേ ഉള്ളൂ. മീൻസ് ഞാൻ ബാച്ചിലർ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റെ കോളേജിൽ പഠിക്കുമ്പോൾ ബാച്ചിലർ ലൈഫ് എക്സ്പീരിയൻസ് അത് വേറെ, മീൻസ് അത് വേറെ ടൈപ്പ് എക്സ്പീരിയൻസാണ്. പിന്നെ ഇത് വേറെ ടൈപ്പ് എക്സ്പീരിയൻസ്. ഇത് അത് രണ്ടും കമ്പയർ ചെയ്താൽ ദിസ് ഇസ് ദി ബെസ്റ്റ്. അത്രേ ഉള്ളൂ. താങ്ക് യു. സോറി ടു ഇന്ററപ്റ്റ്, ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം പറഞ്ഞു കൊടുക്കാനുണ്ട്. ഇവൻ മലയാളി തന്നെയാണ്, പക്ഷെ ഈസ് ബോൺ ആൻഡ് ബ്രോട്ട് അപ്പ് ഹിയർ. ഈസ് ടോട്ടലി ഇൻ ടു കർണാടക, ബാംഗ്ലൂർ സ്റ്റൈൽ. അതുകൊണ്ടാണ് അവന്റെ മലയാളം അങ്ങനെയല്ല. ഇപ്പൊ അവന്റെ മലയാളം കേട്ടിട്ട് കുറച്ച് പേർക്ക് തോന്നി മലയാളി തന്നെയാണോ, നമ്മളെ പറയിപ്പിക്കുകയാണോ, അങ്ങനെയൊന്നുമല്ല. അവൻ പക്കാ മലയാളി തന്നെ, പാലക്കാടുകാരനാ, നെന്മാരക്കാരനാ. അവന് മലയാളം അല്പം സ്വല്പം ഇത് പറയാ, ബട്ട് ഈസ് ടോട്ടലി ഇൻ ടു സെറ്റിൽഡ് ഇൻ കർണാടക. സോ ദാറ്റ്സ് ദ റീസൺ. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഉണ്ണിക്കുട്ടനോട് ചോദിക്കാം എന്തൊക്കെയാ സംഭവങ്ങൾ അവന് പറയാനുള്ളത്. പറയണമോ? ഇപ്പം മെയിൻ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ചതെന്ന് വെച്ചാൽ ഫാമിലിന്റെ ഇമ്പോർട്ടൻസ്, ഫാമിലിയുടെ ആ ഒരു എഫേർട്ട് നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്.
പിന്നെ ബാച്ചലർ ലൈഫ്, ഒരു സ്റ്റേജ്, നമ്മുടെ ഒരു ലൈഫിൽ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തു പോയി നിൽക്കണം, പുറത്ത് പോയി പഠിക്കണം. സോ ആ ഒരു എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുക്കിംഗ് ആവട്ടെ, ക്ലീനിങ് ആവട്ടെ. ഇപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ രാത്രി തൊട്ട് രാവിലെ വരെ ഫോണിൽ ഇരിക്കും, സീരീസ് കാണും, രാവിലെ ലേറ്റായി ഇരിക്കും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഞാൻ ക്യാമറയുടെ ബാക്കിൽ കുറേ നിന്നിട്ടുണ്ടെങ്കിലും ക്യാമറയുടെ മുമ്പ് ചെയ്യാൻ എനിക്ക് പേടിയാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്. പിന്നെ എപ്പോഴും ചെയ്യുന്ന കാര്യം, ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഇപ്പോഴും ചെയ്യുന്നുണ്ട് എനിക്ക് എഡിറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഫാമിലീനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്, ഫാമിലീൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും പഠിച്ചു വരുന്നുണ്ട്. പിന്നെ എന്താ പറയാ, എന്തൊക്കെ പഠിച്ചെന്ന് പറഞ്ഞു ഇവിടെ വന്നിട്ട്? ഇപ്പം ക്ലീനിങ് ആവട്ടെ, കുക്കിംഗ് ആവട്ടെ, സ്വന്തമായിട്ട് ബെഡ്ഷീറ്റ് മടക്കി വെക്കാവട്ടെ, എല്ലാം ചെയ്യുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ നിന്ന് പഠിക്കാനുള്ള പറയാം? പഠിക്കാനുള്ളത് വെച്ചാൽ ബാച്ചലർ ലൈഫ് എങ്ങനെ ഒരു ഷെഡ്യൂൾ ലൈഫായിട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞാൽ, ബാച്ചലർ ലൈഫ് നിൽക്കാനായിട്ട് ഒഴുപ്പാതെ കറക്റ്റായി ഷെഡ്യൂൾ ചെയ്ത്, ലൈക്ക് നെക്സ്റ്റ് ഡേ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ പ്ലാൻ ചെയ്യാൻ നമ്മൾ 8 പേരിരുന്ന് കഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ഫാമിലിനെ ശരിക്കും മിസ് ചെയ്യാനുണ്ട്. രാവിലെ എഴുതിട്ട് അവിടുന്ന് ഫുഡ് റെഡി ആയിരിക്കും, പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ തന്നെ കുക്ക് ചെയ്യണം, നമ്മൾ തന്നെ കഴിക്കണം. ഉണ്ണി ഫുള്ള് ഹാർട്ട് ടച്ചിങ് കോട്സ് ഒക്കെ ആണല്ലോ. എന്താ പിന്നെ എനിക്ക് വേണ്ടി എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് നല്ലൊരു കാര്യമാണ്. ഉണ്ണി പണിയെടുക്കണല്ലോ ഇവിടെ. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ എൻഡ് ചെയ്യാണ്. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുണ്ട്. ലൈക്ക് നമുക്കൊരു മോർണിംഗ് ഒരു 1/2 hour സ്പേസ് ഉണ്ട്, പേഴ്സണൽ സ്പേസ്. പിന്നെ ഈവനിങ് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. പിന്നെ നൈറ്റിലൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. സോ ലൈക്ക് ഇറ്റ്സ് ഹാഫ് ആൻ അവർ ഓൺലി 1.5 hours ഇൻ 24 hours നമ്മൾ ഫോൺ യൂസ് ചെയ്യാറുള്ളൂ നമ്മുടെ. അപ്പോൾ അതൊരു മെയിൻ തിങ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം തന്നെ പറയാം. ഞാൻ 2 ദിവസമായി ഫോൺ ചാർജ് ചെയ്തിട്ട്, ഞാൻ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം ഫോൺ ചാർജ് ചെയ്യുന്ന ആളാണ്. പക്ഷെ now 2 ദിവസമായി ചാർജ് ചെയ്തിട്ട് വി ഡോണ്ട് ഗെറ്റ് എ ടൈം ടു യൂസ് ദ ഫോൺ ഇറ്റ് സെൽഫ്. സോ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ. ഹോപ്പ് യു ഓൾ ലൈക്ക് ദ വീഡിയോ. നമ്മളിന്ന് ഇങ്ങനെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടാക്കിയത് കാരണം തന്നെ ലൈക്ക് കുറെ പേര് ഇവിടെ സെൻഡ് അടിച്ചിരിക്കുക. വി ഓൾ മിസ് അവർ മദർ സോ മച്ച്, ഫാദർ, സിസ്റ്റർ, ബ്രദർ, എവറിബഡി, ബട്ട് ബിറ്റ് മോർ എവ്രി വൺ. സോ ഞാൻ ഇവിടെ വീഡിയോ സൈൻ ഓഫ് ചെയ്യാണ്. അതിന് മുമ്പ് എല്ലാരെയും വിളിക്കാം കേട്ടോ. എടാ ഒന്ന് വാടാ, ഒരു വീട്ടിൽ ഇങ്ങോട്ട് വാടാ. എനിക്ക് തന്നെ പേടിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതന്നെ പറയാനുള്ളൂ. നമ്മള് എല്ലാരും ആരെ മിസ് ചെയ്യണം? ഫാമിലിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യണം. പക്ഷെ നമ്മൾ വീട്ടിൽ പോകണം, നമ്മൾ 4 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകണം നമ്മള് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ വീഡിയോ സൈൻ ഓഫ് ചെയ്യാം. Good night, sweet dreams. Take care, everybody. Please stay home, stay safe. COVID cases are increasing these days. Bye.